അറോയോ വില്ലേജ് കാലിഫോർണിയയിലെ കുപ്പർട്ടിനോയിൽ ഉയർന്നുവരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യം പകർത്തുന്നത്. ഇവിടേക്ക് കയറി വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം ഹെൽമറ്റ് നിർബന്ധമാണ്. ധാരാളം കെട്ടിടങ്ങൾ ഉയർന്നു വരുന്ന ഒരു സ്ഥലമാണിത്. ഈ രീതിയിലുള്ള കെട്ടിടങ്ങളിൽ ഏതാണ്ട് പണി പൂർത്തീകരിച്ചു വരുമ്പോൾ ഇതേ രീതിയിൽ 3 നിലയിൽ പ്ലാസ്റ്റർ ചെയ്യാൻ പാകമായ രീതിയിലുള്ള കെട്ടിടമാണത്. പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം തൊട്ട് പിറകിലായി നമുക്ക് കാണാം ഡാർക്ക് കളറിൽ പ്ലാസ്റ്ററിങ് നടക്കുകയാണ്. മുകളിൽ ഓട് നിരത്തി വെച്ചതും നമുക്ക് കാണാം. റൂഫിന് ഉപയോഗിക്കുന്നത് ടൈലുകളാണ്. ഇവിടെ ഓട് മേയാൻ പാകമായ രീതിയിൽ കെട്ടിടത്തിൻ്റെ റൂഫ് തയ്യാറാക്കിയിരിക്കുന്നു. മെറ്റീരിയൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നിറക്കിയ ശേഷം ഇതുപോലെ നിരപ്പാക്കിയ തറയ്ക്ക് മുകളിൽ നെട്ടും ബോൾട്ടും നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലാണ് കെട്ടിടങ്ങൾ പണിതുയർത്തുന്നത്. പരമാവധി മരങ്ങൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മിതി. ധാരാളം തൂണുകൾ മരപ്പലകകളും ഉപയോഗിച്ചാണ് ഇതേ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. തുടർന്ന് ജിപ്സം ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് 3 നിലയിൽ കെട്ടിടങ്ങൾ ഉയർത്തുന്നത്. കോൺക്രീറ്റിൻ്റെ ഉപയോഗം തറനിർമ്മിതിയിൽ മാത്രമേ കാര്യമായുള്ളൂ. ഈ കോൺക്രീറ്റ് തറയിൽ ഉയർന്നു നിൽക്കുന്ന ബോൾട്ടുകളിൽ തടികളുടെ ഫ്രെയിമുകൾ ഉറപ്പിച്ചാണ് കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സെപ്റ്റംബർ മാസം മധ്യത്തിൽ പണിതീർത്ത ഈ കോൺക്രീറ്റ് തറയിൽ ജനുവരി മാസം ആദ്യമാകുമ്പോഴേക്കും 3 നില കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വീട് നിർമ്മാണ സാമഗ്രിയിൽ 90% മരത്തടികളാണ് ഉപയോഗിക്കുന്നത്. കെട്ടിടത്തിൻ്റെ ഓരോ നിലയുടെയും ഉയരത്തിനനുസരിച്ച് മുറിച്ച് ക്രമീകരിച്ച തൂണുകളിലാണ് കെട്ടിടം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരം തൂണുകൾ പ്രത്യേക അകലത്തിൽ കുത്തനെ നാട്ടുകയും അവ ഫ്രെയിമാക്കി മാറ്റുകയും ചെയ്യുന്നു. ജോയിൻറ്റുകൾ ഉറപ്പിക്കുന്നതിന് മെറ്റൽ പ്ലേറ്റുകളും നട്ടും ബോൾട്ടും സ്റ്റീൽ സ്ക്രൂകളും ആണികളും ഉപയോഗിക്കുന്നു. വാതിലുകൾക്കും ജനലുകൾക്കും ആവശ്യമായ ഒഴിവുകൾ ഇട്ടുകൊണ്ടാണ് ഇത്തരം തൂണുകൾ, ഫ്രെയിമുകൾ എന്നിവ ഉറപ്പിക്കുന്നത്. അതോടൊപ്പം വാതിൽ ഫ്രെയിമുകളും ജനൽ ഫ്രെയിമുകളും ഉറപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ ഫ്രെയിമിൻ്റെ 2 പുറവും മൾട്ടിവുഡ് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞാണ് ചുമർ നിർമ്മിക്കുന്നത്. വയറിംഗ്, പ്ലംബിംഗ്, AC, ഫയർ അലാം തുടങ്ങിയ ലൈനുകൾ ചുമരുകൾക്കുള്ളിൽ കൂടി കൺസീലായാണ് ചെയ്യുന്നത്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നേരത്തെ തന്നെ ഈ കവറിങ്ങിന് മുമ്പ് തന്നെ അതിനകത്തുകൂടെ ആവശ്യമായ രീതിയിൽ ലൈനുകൾ ഇതായി കാണുന്ന രീതിയിൽ വലിച്ചെടുക്കുന്നു. ജോലിക്കാർ അവരുടെ ടൂൾസ് ശരീരത്തിൽ വെച്ചിരിക്കുന്നത് നോക്കൂ, ബെൽറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ജോലിക്കാർക്കൊക്കെ ഹെൽമറ്റും യൂണിഫോമും നിർബന്ധമാണ്. കട്ടിയുള്ള ഷൂയും ധരിക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അഥവാ അങ്ങനെ ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുത്ത് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ സാമഗ്രികളും വലിയ ട്രക്കുകളിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നു. 3 നിലയിലായി ഉയരാനുള്ള കെട്ടിടത്തിൻ്റെ ആദ്യ നിലയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അപ്പാർട്ട്മെൻറ്റുകൾ 3 നിലയിലാണ് പണിയുന്നത്. ലിഫ്റ്റ് സൗകര്യം ഒഴിവാക്കുന്നതിന് കൊണ്ട് കൂടിയാകാം 3 നിലയിൽ നിർത്തുന്നത്. പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട ലൈനുകൾ ഉൾപ്പെടെ എല്ലാ ലൈനുകളും തറ പണി തീർക്കുന്നതിന് മുമ്പ് തന്നെ തറയ്ക്കടിയിലൂടെയുള്ളവ പ്രത്യേകം തയ്യാറാക്കി വയ്ക്കുന്നു.
ലൈനുകളും ചാനലുകളും എല്ലാം ഉറപ്പിച്ച ശേഷം ചുമർ മൾട്ടിവുഡ് ഉപയോഗിച്ച് പൊതിയുന്നു. 1 ഇഞ്ച് കനത്തിലുള്ള 8x4 ഷീറ്റുകൾ കട്ട് ചെയ്താണ് ഇങ്ങനെ വിരിച്ചിരിക്കുന്നത്. മേൽക്കൂര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫ്രെയിമുകൾ വരെ റെഡിമെയ്ഡായാണ് നിർമ്മിച്ച് സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ചിതലരിക്കാത്ത മരങ്ങളും മൾട്ടിവുഡ് ഷീറ്റുകളുമാണ് ഇവിടെ വ്യാപകമായി ഉപയോഗിക്കുന്നത്. വീട്ടിലേക്കുള്ള ഗ്യാസിൻ്റെ ലൈനും ഇൻ്റർനെറ്റ് കേബിൾ ലൈനുകളും എല്ലാം കൺസീലായാണ് ചെയ്യുന്നത്. മൂലകളിൽ ഉറപ്പിച്ച് നിർത്തുന്നത് 4x4 തൂണുകളാണ്. മറ്റ് തൂണുകൾ മിക്കവയും 3-2 കനത്തിലുള്ളതാണ്. ഫാൾ സീലിങ്ങുകൾ ഉറപ്പിച്ച് നിർത്തുന്നത് ഇത്തരം ക്രോസ് ബാറുകളിലാണ്. അത്തരം ക്രോസ് ഫ്രെയിമുകൾ വശങ്ങളിൽ ഉറപ്പിക്കുന്നതും പ്രത്യേകതരം റെഡിമെയ്ഡ് മെറ്റൽ ഷീറ്റുകൾ വെച്ചുകൊണ്ടാണ്. പരമ്പരാഗതമായി ഫയർ പ്ലേസുകൾ ആണ് എല്ലാ വീടുകളിലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതാകെ മാറി. എല്ലാ മുറികളിലും റൂം ഹീറ്റർ സംവിധാനമാണ് ഉള്ളത്. AC റൂം ഹീറ്റർ സംവിധാനത്തോടു കൂടിയാണ് എല്ലാ കെട്ടിടങ്ങളും പണി തീർക്കുന്നത്. നിർമ്മാണ സാമഗ്രികളെല്ലാം തന്നെ സർക്കാർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗുണനിലവാരം കൂടിയവ മാത്രമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ആരും തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പാചക സമയത്ത് പുക കളയുന്നതിനുള്ള സംവിധാനവും നേരത്തെ ചെയ്തു വയ്ക്കുന്നു. ഈ കാണുന്ന ലൈൻ ഫയർ പ്ലേസിനുള്ളതാണ്. റൂം ഹീറ്റർ ഉണ്ടെങ്കിലും ഫയർ പ്ലേസിനുള്ള സൗകര്യങ്ങളും എല്ലാ വീടുകളിലും ചെയ്യുന്ന പതിവുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിന് അമേരിക്കയിൽ 1-ാം നില എന്നാണ് പറയുന്നത്. 1-ാം നിലയിൽ മാത്രമേ കോൺക്രീറ്റ് തറയുള്ളൂ. അമേരിക്കയിൽ കണ്ട കെട്ടിടങ്ങളിലെല്ലാം ബാത്റൂമുകളിൽ വെറ്റ് ഏരിയ ഉള്ളത് ആകെ ബാത്ത് ടബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തറയിൽ ഒരിടത്തും കാര്യമായി വെള്ളം വീഴുന്നില്ല. അതുവഴി ഉണ്ടാകുന്ന ലീക്കിനെ കുറിച്ചും ആശങ്കപ്പെടാനില്ല. അടുക്കള ഒഴികെ മറ്റ് മുറികളെല്ലാം മാറ്റ് വിരിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. മരത്തിൻ്റെ ഫ്രെയിമുകൾ ഇരുപുറങ്ങളിലും മൾട്ടിവുഡ് ഷീറ്റുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞു കഴിഞ്ഞാലും 5 ഇഞ്ച് കനം മാത്രമേ ചുമരുകൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ഇത് വീടിൻ്റെ പുറം ഭിത്തിയായാലും അകംഭിത്തിയായാലും വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. വീടിൻ്റെ പുറം ഭിത്തിയാണെങ്കിൽ ഇതിനു പുറമെ സ്റ്റക്കോ മിക്സ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുകയോ വിനൈൽ സൈഡിങ് നടത്തുകയോ ചെയ്യുന്നു. ഫാൾ സീലിങ്ങിൻ്റെ ഫ്രെയിമിന് 1.5 അടി ഉയരമുണ്ട്. മിക്കവാറും വീടുകളിൽ 8 അടി ഉയരത്തിലാണ് ഫാൾ സീലിംഗ് ക്രമീകരിക്കുന്നത്. അമേരിക്കയിലെ വീടുകൾക്ക് പൊതുവെ ഉയരം കുറവാണ്. ഇവിടുത്തെ കൂടിയ തണുപ്പാകാം ഒരു കാരണം. 2-ാം നിലയിലെ വിശേഷങ്ങൾ കാണാൻ കോണി കയറുകയാണ്. കോണിയും മുഴുവനായും നിർമ്മിച്ചിരിക്കുന്നത് മരത്തിലാണ്. 2-ാം നിലയിലെ തറയിൽ വിരിച്ചിരിക്കുന്നത് കട്ടി കൂടിയ പ്ലൈവുഡ് ഷീറ്റുകളാണ്. മൂലകളിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നതിന് 1-ലധികം തൂണുകൾ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന പതിവും ഉണ്ട്. ഈ ഫ്ലോറിൽ ടൈൽ വിരിക്കുന്നതിന് മുന്നോടിയായി ഒരു സബ് ഫ്ലോർ നിർമ്മിക്കുന്നു. ഇതിന് ബേക്കർ ബോർഡ് ആണ് ഉപയോഗിക്കുന്നത്. 5x3 സൈസിൽ ഇത്തരം ബേക്കർ ബോർഡുകൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സിമൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം ബേക്കർ ബോർഡോ അഥവാ സിമൻറ്റ് ബോർഡോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്ലോറുകൾ അല്പം കൂടി സോളിഡായി മാറുന്നു. 3-ാം നില കൂടി ഒന്ന് കാണാം. താഴെ നിലയിലുള്ള അതേ പ്ലാനാണ് 3 നിലകൾക്കും ഒരേ രീതിയിൽ ഉപയോഗിച്ചു പോരുന്നത്. യാതൊരു മാറ്റവും വരുത്താൻ ഇത്തരം കെട്ടിടങ്ങളിൽ നിർവാഹമില്ല. നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ക്രോസ് ബീമുകളിട്ട് മുകളിൽ പ്ലാനിലൊക്കെ മാറ്റം വരുത്താൻ കഴിയാറുണ്ട്. അത്തരം സാധ്യതകൾ ഇത്തരം കെട്ടിടങ്ങൾക്ക്, പ്രത്യേകിച്ച് മരങ്ങൾ കൊണ്ട് തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിൽ ചുമരുകൾ വരുന്നതുകൊണ്ട് സാധ്യമല്ല തന്നെ. മുൻകൂട്ടി തയ്യാറാക്കി സൈറ്റിലെത്തിച്ച മേൽക്കൂരയുടെ ഫ്രെയിമുകൾ ഈ മുകളിലത്തെ നിലയിൽ മേൽക്കൂര പാകുന്നതിനു വേണ്ടി തൽക്കാലം അടുക്കി വച്ചിരിക്കുന്നത് കാണാം.
ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് തൊട്ടടുത്ത കെട്ടിടം കുറെ കൂടി പണി പൂർത്തീകരിച്ചത് നമുക്ക് കാണാം. ചുമരിൻ്റെ ഷീറ്റുകൾ വിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നും മേൽക്കൂരയിൽ മരപ്പലകകൾ പാകിയിരിക്കുന്നത് എങ്ങനെയെന്നും കുറെ കൂടി വ്യക്തമായി ഇവിടെ നിന്ന് കാണാം. ഇത്തരം മേൽക്കൂരകൾ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഓടുകളോ മറ്റു തരം റൂഫിംഗ് ടൈലുകളോ ഉപയോഗിച്ച് പാകുന്നു. റൂഫിങ്ങിന് മേൽത്തരം ഷിംഗിൾസും ഉപയോഗിക്കാറുണ്ട്. വനങ്ങൾ ഏറെയുള്ള തടി നല്ല നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായതുകൊണ്ടാകാം ഇവിടുത്തെ വീടുകൾ ഭൂരിഭാഗവും പണിയുന്നത് മരങ്ങൾ ഉപയോഗിച്ചാണ്. മാത്രമല്ല കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഭൂമി കുലുക്കം ഉണ്ടാകാറുണ്ട്. ഞാനിവിടെ വന്ന് 4 മാസത്തിനുള്ളിൽ തന്നെ 3 തവണ ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാവുകയുണ്ടായി, ചെറിയ നിലയിൽ. ഭൂമി കുലുക്കത്തെ അതിജീവിക്കാൻ നമ്മുടെ കെട്ടിടങ്ങളെക്കാൾ കുറെ കൂടി പ്രബലമായത് ഇത്തരം കെട്ടിടങ്ങളാണ്. ദീർഘകാലം നിലനിൽക്കുന്ന ഇവിടുത്തെ അതിശൈത്യത്തെ അതിജീവിക്കാനും ഇത്തരം നിർമ്മാണ രീതികൾ സഹായിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ഞായറാഴ്ച അവധി ദിനമാണ്. ശനിയാഴ്ച ഇത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായി നിജപ്പെടുത്തിയിരിക്കുന്നു. തൊഴിലാളികൾക്ക് ഇത്തരം നഗരപ്രദേശങ്ങളിൽ വരുമാനമായി ലഭിക്കുന്നത് മണിക്കൂറിന് ശരാശരി $30. തൊഴിൽ വൈദഗ്ധ്യത്തിനനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഫാൾ സീലിംഗ് ഉറപ്പിക്കുന്നതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ഫ്രെയിമുകളാണ് ഈ കാണുന്നത്. പുറം ചുമര് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള സ്റ്റക്കോ എന്ന മിശ്രിതമാണിത്. പുറം ചുമര് മാത്രമേ ഇത്തരം മിക്സുകൾ ഉപയോഗിച്ച് തേക്കുന്നുള്ളൂ. അകംചുമരുകളും സീലിങ്ങും ഡ്രൈവാൾ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. ജിപ്സം കോർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വാൾ ബോർഡുകളാണ് ഇത്തരം ഡ്രൈവാളുകൾ. ഇവിടെ സീലിങ്ങിനടിയിൽ ചില ഉപകരണങ്ങളും സ്റ്റീൽ ഫ്രെയിമുകളും ഫൈബർ ഷീറ്റ് ഹിഞ്ചസ് ഘടിപ്പിച്ചതും കാണാം. ഇത് കാറുകൾ നിർത്തിയിടുന്നതിനുള്ള ഗരാജ് ആണ്. ഹിഞ്ചസ് ഘടിപ്പിച്ച ഫൈബർ ഷീറ്റുകൾ ഗരാജിൻ്റെ ഡോർ ആണ്. ഇത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് തുറക്കുന്നത്. അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ നേരത്തെ കണ്ടത്. നോക്കൂ, 2 വലിയ കാറുകൾ നല്ല നിലയിൽ നിർത്തിയിടാൻ കഴിയുന്ന ഒരു ഗരാജിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. അമേരിക്കയിൽ ഏതാണ്ട് എല്ലാ വില്ലകൾക്കും പൂമുഖത്തിനോട് ചേർന്ന് ഇത്തരം ഗരാജുകളും കാണാം. പല വീടുകളിലും ഗരാജിലൂടെയാണ് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പുറംചുമർ സ്റ്റെക്കോ പ്ലാസ്റ്ററിങ്ങിന് മുന്നോടിയായി വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് പൊതിയുന്നു. ശേഷം നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. മൂലകളിലെല്ലാം ഒന്നിലധികം ലെയർ വെച്ച് കൂടുതൽ ബലപ്പെടുത്തുന്നു. അതിനുശേഷം നെറ്റിനു മേലെ സ്റ്റെക്കോ പ്ലാസ്റ്ററിംഗ് നടത്തുന്നു. നെറ്റിനടിയിൽ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ഉള്ളതിനാൽ പ്ലാസ്റ്ററിംഗ് സമയത്തോ പെയിൻറ്റിംഗ് സമയത്തോ മരത്തിൽ ഈർപ്പം തട്ടാതിരിക്കുകയും ചെയ്യുന്നു. സ്റ്റെക്കോ പ്ലാസ്റ്ററിങ്ങിന് പുറമെ വിനൈൽ സൈഡിങ്ങും ഫൈബർ സിമൻറ്റ് സൈഡിങ്ങും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത് താരതമ്യേന ചെലവ് കുറഞ്ഞ രീതിയുമാണ്. ഇതിനു പുറമെ ബ്രിക്ക് വെനീർ ഉപയോഗിച്ച് പൊതിയുന്ന പതിവും ഉണ്ട്. നേരത്തെ നിങ്ങൾ 3-ാം നിലയിൽ കണ്ട മേൽക്കൂരയുടെ ഫ്രെയിമുകൾ ഇതാ 4 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ കെട്ടിട സമുച്ചയത്തിൽ വന്നപ്പോൾ അവയെല്ലാം തന്നെ 3 നില കെട്ടിടത്തിന് മുകളിൽ മേൽക്കൂരയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതേ ദിവസം 1 നില മാത്രം പണിത് കണ്ടിരുന്ന ആ കെട്ടിടമാണ് ഇപ്പോൾ ഇതാ 2-ാം നിലയിലെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 2-ാം നിലയിലെ തൂണുകളെല്ലാം തന്നെ ഉറപ്പിച്ച് ഫ്രെയിമുകളാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതെന്നുകൂടി ഓർക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വേഗത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റെക്കോയുടെ കളർ കോട്ട് ഈ മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നു.
മിക്സ് ചെയ്ത മിശ്രിതം എടുത്ത് നേരത്തെ പ്ലാസ്റ്റർ ചെയ്ത ചുമരിൽ, കറുത്ത കളറുള്ള ആ ചുമരിൽ ഈ മിശ്രിതം വീണ്ടും പൂശുന്നു. അകത്ത് ചുമരിലും സീലിങ്ങിലും വിരിച്ച ഡ്രൈവാൾ ബോർഡുകളും ഈ സ്റ്റക്കോ മിക്സും എല്ലാം തന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്. പുറം ചുമരുകൾ അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ആണ്. ഈ സ്റ്റക്കോ കളർ കോട്ടിന് ശേഷമാണ് ചുമരിൽ പെയിൻ്റ് അടിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾക്കായി ടെമ്പററി ടോയ്ലറ്റും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പണി പൂർത്തിയായ 6 നില കെട്ടിടത്തിന് മുകളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി ഒരു ട്രക്കിൽ കൊണ്ടുവന്ന ക്രെയിനാണിത്. ട്രക്കിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ ക്രെയിൻ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലെ പണി പൂർത്തീകരിച്ച കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ 4 BHK വീടിന് $25 ലക്ഷം, 3 BHK വീടിന് $19 ലക്ഷം, 2 BHK വീടിന് $16.25 ലക്ഷം 2024 ജനുവരിയിലെ വില ഇട്ടിരിക്കുന്നത്. റോയോ വില്ലേജിൽ നിന്നും കെട്ടിട നിർമ്മാണ സവിശേഷതകളെല്ലാം കുറേയൊക്കെ മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻഡിപെൻഡൻ്റ് വില്ല. കാലിഫോർണിയൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.